തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമാണ് NDA സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും കേരളം എടുത്താൽ 13ഇടത്ത് കോൺഗ്രസ്, 2ഇടത്ത് IUML, അതായത് 15ഇടത്ത് UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 2ഇടത്ത് BJP മുന്നിട്ട് നിൽക്കുമ്പോൾ 1ഇടത്ത് മാത്രമാണ് CPIM മുന്നിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ കേരള കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയുടെയും കൂടെ ചേർത്ത് ഒരുപക്ഷെ 2 സീറ്റ് LDFന് സ്വന്തമാക്കാം അല്ലെങ്കിൽ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇനി മാറി മറിയാം. ഒരു പക്ഷേ ഇനി അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ ചിത്രം മറ്റൊരു രീതിയിലേക്ക് മാറി മറിയാം. എന്നിരുന്നാലും പോലും ഇപ്പോൾ 15ഇടത്ത് ആണ് UDF മുന്നിട്ട് നിൽക്കുന്നത്, 2ഇടത്ത് NDA BJP സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി പറയേണ്ടത് സുരേഷ് ഗോപിയുടേതാണ്. തൃശ്ശൂരിൽ 25,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇതാ വ്യക്തമായ ലീഡിലേക്ക് കടക്കുന്നു. ഉണ്ണി, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി അവിടെ വലിയൊരു മുന്നേറ്റം സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നു. 1,36,709 വോട്ടുകളാണ് ഇതുവരെ അദ്ദേഹത്തിന് നേടാനായത്. 25,347 വോട്ടുകളാണ് അദ്ദേഹം ലീഡ് ചെയ്ത് നിൽക്കുന്നത്. തൊട്ട് പിറകിലായി സുനിൽകുമാർ ഉണ്ട്. VS സുനിൽകുമാർ അവിടെ 1,11,362 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. 25,347 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് അവിടെയുണ്ട്. അതേസമയം തന്നെ V മുരളീധരൻ വളരെ പിന്നിലാണെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹം അവിടെ 32,000-ലധികം വോട്ടുകൾക്കാണ് വളരെ പിന്നിൽ നിൽക്കുന്നത്. നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ NDA വലിയ ഒരു മുന്നേറ്റം NDAക്ക് അവിടെ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരും NDA മുന്നിട്ട് നിൽക്കുന്നു. ആലത്തൂർ മാത്രമാണ് നിലവിലെ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് LDFന് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. LDF ഒരു സീറ്റിൽ മാത്രമാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സീറ്റുകളിലും, ബാക്കി 11 സീറ്റുകളിലും UDF ലീഡ് ചെയ്യുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മാവേലിക്കരയിലെ സ്ഥിതിഗതികൾ മാറി മറിയുന്നു. മാവേലിക്കരയിൽ അരുൺകുമാർ വലിയ രീതിയിൽ തന്നെ മുന്നേറി വന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വളരെ പിന്നിലായി പോയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമായ ആധിപത്യം നേടിയെടുത്തിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ എറണാകുളം കൂടാതെ ഇടുക്കി അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയൊരു ആധിപത്യം അവിടെ UDF സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അവിടെ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും കൊച്ചിയിൽ ഹൈബി ഈഡനും വലിയൊരു വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്ന വിജയത്തിനടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് ലീഡ് നില സൂചിപ്പിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് 948 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ അവിടെ വലിയ രീതിയിൽ തന്നെ വലിയൊരു മുന്നേറ്റം അവിടെ NK പ്രേമചന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കോഴിക്കോട് MK രാഘവൻ മുന്നിട്ട് നിൽക്കുന്നു. ഡീൻ കുര്യാക്കോസിൻ്റെ ഭൂരിപക്ഷം ലീഡ് നോക്കുകയാണെങ്കിൽ 40,063 വോട്ടിനാണ് ഡീൻ കുര്യാക്കോസ് മുന്നിട്ട് നിൽക്കുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും മലപ്പുറത്ത് 52,000 വോട്ടുകൾക്ക് അധികമാണ് ലീഡ് ചെയ്യുന്നത് UDF സ്ഥാനാർത്ഥി. കൊല്ലത്ത് 24,936 NK പ്രേമചന്ദ്രൻ്റെ ലീഡ് നില. പത്തനംതിട്ടയിൽ 10,541 വോട്ടുകൾക്ക് ആന്റണി മുന്നിട്ട് നിൽക്കുന്നു. മാവേലിക്കരയിൽ 8,000-ലധികം വോട്ടുകൾക്കാണ് കൊടിക്കുന്നിൽ സുരേഷ് മുന്നിട്ട് നിൽക്കുന്നത്. വടകരയിൽ 19,000-ലേക്ക് എത്തി നിൽക്കുന്നു ഷാഫി പറമ്പിൻ്റെ ലീഡ് നില. അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ആദ്യ ഘട്ടത്തിൽ തോമസ് ചാഴിക്കാടൻ ഒരിക്കൽ എങ്കിലും മുന്നിട്ട് വന്നെങ്കിൽ പോലും വലിയ രീതിയിൽ തന്നെ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. വയനാട് രാഹുൽ ഗാന്ധി വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ UDF ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട്, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട് മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ തന്നെ UDFന് വ്യക്തമായ ആധിപത്യം ഉണ്ടാവുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാസർഗോഡ് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ പിന്നോട്ട് പോയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റം അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നോക്കുകയാണെങ്കിൽ 2 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ തൃശ്ശൂരും NDA മുന്നിട്ട് നിൽക്കുന്നു. NDA ലീഡ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഫലം വ്യക്തമാക്കുന്നത്. ബാക്കി 11 മണ്ഡലങ്ങളിൽ UDFും 1 മണ്ഡലത്തിൽ ആലത്തൂർ മാത്രമായി LDF ചുരുങ്ങുന്നതാണ് ചിത്രം വ്യക്തമാക്കുന്നത്. ആന്റണി.